റോട്ടറി ഇന്റർനാഷണൽ 3205 ഡിസ്ട്രിക്ട് കോൺഫറൻസ് റിനൈസൻസ് ഫെബ്രുവരി 21-22 തീയതികളിൽ സിയാൽ എക്സിബിഷൻ സെന്ററിൽ. ചടങ്ങിൽ കേരള ഹൈക്കോടതി ജഡ്ജി AK ജയശങ്കരൻ നമ്പ്യാർ മുഖ്യാതിഥിയാകും. എൻ്റെ പേര് ഡോക്ടർ GN രമേശ്. ഞാൻ ആസ്റ്റർ മെഡ് സിറ്റിയിലെ ചീഫ് ഗാസ്ട്രോൻട്രോളജിസ്റ്റാണ്. റോട്ടറി ഡിസ്ട്രിക്ട് 3205, അതായത് നമ്മളുടെ റോട്ടറി ഇൻ്റർനാഷണലിൻ്റെ ഓൾ ഓവർ ദ വേൾഡ് പല ഡിസ്ട്രിക്ട്സ് ഉണ്ട്. അതിൽ 3205 ഡിസ്ട്രിക്ട് വിച്ച് ഇൻക്ലൂഡ്സ് എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ റവന്യൂ ഡിസ്ട്രിക്ട്സ്. ഈ ഡിസ്ട്രിക്റ്റിൻ്റെ ആനുവൽ കോൺഫറൻസ് ഫെബ്രുവരി 21-22 തീയതി, ദാറ്റ് ഇസ് സാറ്റർഡേ ആൻഡ് സൺഡേ, നമ്മുടെ സിയാൽ കൺവെൻഷൻ സെൻറ്റർ നെടുമ്പാശ്ശേരിയിൽ നടക്കുന്നതായിരിക്കും. ഡിസ്ട്രിക്ട് കോൺഫറൻസ് ഇത് ഫസ്റ്റ് ഡിസ്ട്രിക്ട് കോൺഫറൻസ് ആണ്. നമ്മുടെ ഈ ഡിസ്ട്രിക്റ്റ് ഒരു പുതിയ ഡിസ്ട്രിക്റ്റാണ്. സോ ഇത് ആദ്യത്തെ ഡിസ്ട്രിക്ട് കോൺഫറൻസ് ആണ്. ആൻഡ് അപ്രോക്സിമേറ്റ്ലി ഒരു 1500 അറ്റൻഡീസ് ഉണ്ടാവും. ഡിസ്ട്രിക്ട് കോൺഫറൻസിൻ്റെ പേര് റെനസാൻസ്. എൻ്റെ കൂടെ ഇരിക്കുന്ന റൈറ്റ് സൈഡിൽ റൊട്ടേറിയൻ TS ജയരാജ്, കോൺഫറൻസ് ചെയർ. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ റൊട്ടേറിയൻ തേജസ് PR, ഡിസ്ട്രിക്ട് ജനറൽ സെക്രട്ടറി. ആൻഡ് കൂടെ ഇരിക്കുന്ന റൊട്ടേറിയൻ ഗോപാലകൃഷ്ണൻ, കോൺഫറൻസ് വൈസ് ചെയർ ആൻഡ് രജിസ്ട്രേഷൻ ഇൻചാർജ്. ഈ 1.5 ദിവസത്തെ കോൺഫറൻസിൽ നമ്മൾ പല കറണ്ട് ഇഷ്യൂസ്, ചാലഞ്ചിങ് ഇഷ്യൂസ്, കമ്മ്യൂണിറ്റി ഇഷ്യൂസ്, അതേ സമയത്ത് കുറച്ച് പുതിയ പ്രോജക്ട്സ് ഒക്കെ ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ കോൺഫറൻസിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ റൊട്ടേറിയൻ TS ജയരാജ്, കോൺഫറൻസ് ചെയറിനെ ഞാൻ ക്ഷണിക്കുന്നു. നമസ്കാരം. ഡോക്ടർ പറഞ്ഞ മാതിരി തന്നെ ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിൻ്റെ ഗവർണറാണ് ഡോക്ടർ. 3205 ഡിസ്ട്രിക്റ്റിൻ്റെ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണറാണ് ഡോക്ടർ GN രമേശ്. ഡോക്ടർ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത മാതിരി തന്നെ 21-22 ഈ സാറ്റർഡേ സൺഡേ ആണ് നമ്മുടെ റിനൈസൻസ് ഡിസ്ട്രിക്ട് കോൺഫറൻസ് നമ്മൾ നടത്തുന്നത്. സിയാൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടാണ്. രാവിലെ ഏകദേശം 9 മണി മുതൽ രാത്രി 11 മണി വരെ ബാക്ക് ടു ബാക്ക് സ്പീക്കേഴ്സും. ഈവനിങ്ങിൽ ഒരു പാർപ്പിടം, ഞങ്ങളുടെ റോട്ടറിയുടെ ഒരു പ്രോജക്റ്റ് ഇനാഗുറേഷൻ ഉണ്ട്. പ്രോജക്ട്സിനെ പറ്റി ഡിസ്ട്രിക്ട് ജനറൽ സെക്രട്ടറി തേജസ് പറയും. അതിൻ്റെ ഒരു ഇനാഗുറേഷൻ ഉണ്ട്. ഒരുപാട് ചാരിറ്റി ചെയ്ത് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരുപാട് പേരെ നമ്മളവിടെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഈ പ്രോഗ്രാം തന്ന അതിൻ്റെ അകത്തുള്ള നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ആരൊക്കെയാണ് സംസാരിക്കണേ, ഏത് രീതിയിലാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യണേ എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ആ പ്രോഗ്രാമിലുണ്ട്. നിങ്ങളെ വാലിഡിറ്ററി സെഷൻ, രണ്ടാമത്തെ ദിവസം വാലിഡിറ്ററി സെഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ ചീഫ് ഗസ്റ്റ് 100 കോടിയാണ് 2018 ചാരിറ്റിക്ക് വേണ്ടി സംഭാവന ചെയ്ത്. ബാംഗ്ലൂരുള്ള ഒരു റൊട്ടേറിയനാണ് രവിശങ്കർ ഡക്കൂജു. ഇതുപോലെ തന്നെ പുള്ളിയാണ് വാലിഡിറ്ററി ഇതിൻ്റെ ചീഫ് ഗസ്റ്റ്. ഇത് ഇനാഗുറേറ്റ് ചെയ്യണത് ജസ്റ്റിസ് ഡോക്ടർ ജയശങ്കരൻ നമ്പ്യാറാണ്. കൂടാതെ ഒരുപാട് സ്പീക്കേഴ്സ്, എല്ലാ ഡീറ്റെയിൽസും തന്ന പ്രോഗ്രാം ലിസ്റ്റിൽ തന്നെയുണ്ട്. ഈവനിങ്ങിൽ 21st ഈവനിങ്ങിൽ നമ്മുടെ എംബ്രാം ഫീം വില്ലിംഗ്ടൺ ഐലൻഡിൻ്റെ ബാൻഡുണ്ട്. എല്ലാ വർഷവും റോട്ടറി ഒരുപാട് 10,000-കണക്കിന് പ്രോജക്ട്സാണ് ചെയ്യണത്. ആ ഒരു കൊല്ലത്തിൻ്റെ ഒരു കൊട്ടിക്കലാസ് എന്ന് പറയാം, ഉത്സവം എന്ന് പറയാം, കൾമിനേഷൻ ഓഫ് എൻ്റയർ ഇയർ എന്ന് പറയാം. ഇതാണ് ശരിക്കും കോൺഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി 3 റവന്യൂ ജില്ല കൂടിയതാണ് ഞങ്ങളുടെ 3205 റോട്ടറി ഡിസ്ട്രിക്റ്റ്. അപ്പോൾ തന്നെ ഇതിൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ 107 ക്ലബ്ബുകളുണ്ട്. ഹൈ റേഞ്ചിലുള്ള ക്ലബ്ബുകളുണ്ട്, ഒരുപാട് ദൂരമുള്ള ക്ലബ്ബുകളുണ്ട്. പല രീതിയിലുള്ള പ്രൊഫഷണലിൽ വർക്ക് ചെയ്യണവരുണ്ട്. ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, അതുകൂടാണ്ട് ഒരുപാട് ബിസിനസ് ചെയ്യണവരുണ്ട്, പല സ്ഥലങ്ങളിലും വർക്ക് ചെയ്യണവരുണ്ട്, മീഡിയയിൽ വർക്ക് ചെയ്യണവരുണ്ട്. ഇവരെല്ലാം ഒന്നിച്ചു വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയം പുതുക്കാനും പുതിയതായിട്ട് പരിചയപ്പെടാനും അല്ലെങ്കിൽ ഇതിന് ഈ റോട്ടറി ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരും ഒരു ഭാഗവാക്കാവാൻ വേണ്ടിയിട്ട്, ഒരു പ്രചോദനമാവാൻ വേണ്ടിയിട്ടാണ്
എപ്പോഴും ഈ കോൺഫറൻസ് നടത്തണേ. അതുകൊണ്ട് തന്നെ കോൺഫറൻസിൽ റോട്ടറി ചെയ്ത പല കാര്യങ്ങളും നമ്മൾ ഷോക്കേസ് ചെയ്യും. ഡോക്ടർ ഡി നാഗേശ്വർ റെഡ്ഡി ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്യാസ്ട്രോൻട്രോളജിയുടെ ചെയർമാനും MD യുമാണ്. He is one of the eight people who have received or who has been decorated with the 3 Padma awards, Padma Shri, Padma Bhushan, Padma Vibhushan, and he is coming as a guest of honor. ബാക്കി കാര്യങ്ങൾ ഇപ്പം കോൺഫറൻസിൻ്റെ പ്രോഗ്രാമൊക്കെ കോൺഫറൻസ് ചെയർ റൊട്ടേറിയൻ ജയരാജ് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മുടെ പ്രോജക്ട്സ് നിങ്ങളെ കാണുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ ഡിസ്ട്രിക്ട് ഗവർണർ പറഞ്ഞ പോലെയും കോൺഫറൻസ് ചെയർ ജയരാജ് പറഞ്ഞ പോലെയും നമ്മൾ റോട്ടറി ക്ലബ്ബ് ഒത്തിരി പ്രോജക്ട്സ് എല്ലാ കൊല്ലവും നടത്താറുണ്ട്. റോട്ടറിയുടെ ഇയർ എന്ന് പറയുന്നത് ജൂലൈ 1 തുടങ്ങിയിട്ട് 30th ജൂൺ വരെയാണ് റോട്ടറിയുടെ ഇയർ. നമ്മുടെ ഈ ഡിസ്ട്രിക്റ്റിൽ ഉദ്ദേശം നമുക്ക് 105ഓളം ക്ലബ്ബുകളും ഏകദേശം 4000-ഓളം റൊട്ടേറിയൻസും ഉണ്ട്. ഓരോ റൊട്ടേറിയനും റോട്ടറി ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അവർ കാണുന്നത്, അവരുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കാണുന്നത്. പ്രോജക്ട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പാർപ്പിടം എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഗവർണറുടെ ലീഡർഷിപ്പിൽ ഉദ്ദേശം 500 വീടുകളാണ് നമ്മൾ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനുമായിട്ട് നമ്മൾ ചേർന്ന് നമ്മൾ ചെയ്യുന്നത്. അവരൊരു തുക തരും, ക്ലബ്സിലെ അംഗങ്ങളും കൂടെ ഒരു തുക ഇടും. അങ്ങനെയാണ് നമ്മൾ ആ വീട് എല്ലാവർക്കും വീട് നമ്മൾ പണിത് കൊടുക്കുന്നത്. ഉദ്ദേശം 500ഓളം വീടുകളാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഇക്കൊല്ലം. അതിൽ ഏകദേശം 300ഓളം വീടുകളുടെ ആപ്ലിക്കേഷൻസ് ഒക്കെ റെഡിയാണ്, പലർക്കും പൈസ കൊടുത്തിട്ടുണ്ട്. അത് ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോജക്റ്റ്. ഇക്കൊല്ലം നമ്മൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള വേറൊരു പ്രോജക്റ്റാണ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റ്. വേസ്റ്റ് പലയിടത്തും വേസ്റ്റ് വരുന്നുണ്ട്, പലരും അവിടെ ഇവിടെയും കളയും. നമ്മൾ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാ ക്ലബ്ബുകളും കൂടെ കൂടിയിട്ട് നമ്മൾ ഇവിടെ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് കമ്പനിയായിട്ട് കൂടെ നമ്മൾ ചേർന്നിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാ ഏരിയാസിൽ നിന്നും നമ്മൾ സ്കൂൾ കുട്ടികൾ വഴിയും റൊട്ടേറിയൻസ് വഴിയും ഓർഗനൈസേഷൻസ് വഴിയും നമ്മൾ ഈ വേസ്റ്റ് കളക്ട് ചെയ്തിട്ട് മാസത്തിലൊരു പ്രാവശ്യം അത് പിക്ക് ചെയ്ത് നമ്മൾ ഇവർക്ക് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാക്സിമം വേസ്റ്റിൻ്റെ പ്രോസസ്സിങ് നമുക്ക് നടക്കും. മാത്രമല്ല അതുകൊണ്ടുള്ളൊരു ശല്യവും നമുക്ക് ഉണ്ടാവില്ല. കൊല്ലം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പുതിയൊരു കാര്യമാണ് ഓർഗൻ ഡൊണേഷൻ എന്ന് പറയുന്നത്. മുമ്പത്തെ നമ്മളുടെ കൊല്ലങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന സ്കിൻ ഗ്രാഫ്റ്റിംഗ് ആണ് നമ്മൾ മിക്കവാറും സ്കിൻ ഡൊണേഷനാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഓർഗൻ ഡൊണേഷനിൽ നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പേപ്പറുകളിൽ കണ്ടു ഒരു കൊച്ചുകുട്ടിയുടെ ഓർഗൻ എങ്ങനെയാണ് ഡൊണേറ്റ് ചെയ്തെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അവയർനെസ് ക്ലബ്ബുകളിൽ വളരെ ആക്റ്റീവായിട്ടും അതിന് വേണ്ടി റൊട്ടേറിയൻസിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പലരും ഫോംസ് ഒക്കെ സൈൻ ചെയ്ത് തരുന്നുണ്ട്. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഗവർണർ ഇപ്രാവശ്യത്തെ ഡിസ്ട്രിക്ട് തീം തന്നെ ഹാർമണി എന്നാണ്. ഹാർമണിയിൽ ആദ്യത്തെ പോയിന്റാണ് ഹോം ഫോർ ദ ഹോംലെസ് എന്ന് പറയുന്നത്. ഞാൻ മുഴുവനായിട്ട് ഇവിടെ പറയാൻ ഉദ്ദേശിക്കില്ല, എങ്കിലും ഹോം ഫോർ ദ ഹോംലെസ്. അതിലാണ് ഈ പാർപ്പിടവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ അക്കാഡമിക്സ് ആണ്. അക്കാഡമിക്സിൽ നമ്മൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ചും അല്ലാണ്ടും നമ്മൾ കുട്ടികൾക്കുള്ള പഠനത്തിനുള്ള സപ്പോർട്ടുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. പലർക്കും നമ്മൾ കമ്പ്യൂട്ടർ ക്ലാസ്സസ് അല്ലെങ്കിൽ സ്മാർട്ട് ക്ലാസ്സസ് ചെയ്യാറുണ്ട്. സ്കൂളുകളിൽ നമ്മൾ ചില സ്കൂളുകളിൽ നമ്മൾ ടീച്ചേഴ്സിനെ വരെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ടീച്ചേഴ്സ് പല സ്കൂളുകളിലും ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ആ ഒരു ഏരിയയിലുള്ള ഡെവലപ്മെൻറ്റ്, എല്ലാവരും പഠിച്ച ഡോക്ടർമാരും എഞ്ചിനീയർമാരും ജേർണലിസ്റ്റും ഒക്കെ ആവണമെന്ന് പറഞ്ഞാൽ അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല അല്ലേ. നമുക്ക് പല ഏരിയാസിലും നമുക്ക് ആൾക്കാരെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ടീച്ചറിനെ നമ്മൾ പല സ്കൂളുകളിലും നമ്മളുടെ പൈസ കൊടുത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിലും വളരെയധികം പ്രയോജനം ആ കുട്ടികൾക്കും കാണാനുണ്ട്. അത് ഇടുക്കി, മൂവാറ്റുപുഴ, പെരുമ്പാവൂർ ആ മേഖലയിലുള്ള റോട്ടറി ക്ലബ്സ്, തൃശ്ശൂർ, ചാലക്കുടി, ഇരിഞ്ഞാലക്കുട ആ മേഖലയിലുള്ള ക്ലബ്ബുകൾ, കൊച്ചിൻ ഏരിയയിലുള്ള ക്ലബ്ബുകൾ, ഈ ക്ലബ്ബുകളിലെല്ലാം കൂടെ ഞങ്ങൾക്ക് നിയർലി 4000 മെമ്പേഴ്സ് ഉണ്ട്. അവരുടെ എല്ലാവരുടെയും പ്രതിനിധികളാണ് യഥാർത്ഥത്തിൽ ഡെലിഗേറ്റ്സ് ആയിട്ടാണ് ഈ ഡിസ്ട്രിക്ട് കോൺഫറൻസിൽ അവർ വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ഡെലിഗേറ്റ്സിൻ്റെ മുമ്പിൽ ആണ് നമ്മൾ പല സെഷൻസായിട്ട് ഏതെങ്കിലും ഒരു തോട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ കോസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ ഇമ്പോർട്ടൻറ്റ് കണക്റ്റഡ് ആയിട്ടുള്ള സ്പീക്കേഴ്സാണ് ഞങ്ങളുടെ ഈ 2 ദിവസത്തെ സ്പീക്കർ പാനൽ എന്ന് പറയുന്നത്. ഞാൻ സ്പീക്കേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അപ്പോൾ സെലക്റ്റഡ് ആളുകൾ വരുന്നു, സെലക്റ്റഡ് സ്പീക്കേഴ്സ് വരുന്നു. സെലക്റ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റുകളെ കുറിച്ചിട്ടുള്ള ഷോക്കേസിങ്ങും ഡിസ്കഷൻസുമാണ് ഈ 2 ദിവസങ്ങളിൽ നടക്കുന്നത്. എല്ലാവരെയും ഈ
21st 22nd എല്ലാ മീഡിയ റിലേറ്റഡ് എല്ലാവരെയും അന്നത്തേക്ക് എത്തുവാനായിട്ട് നമ്മൾ ക്ഷണിക്കുന്നു.